പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ ആഴ്ച കേരളത്തിലെ ജനങ്ങൾ ഒരുപക്ഷെ കുറേ കാലമായി ഇത്രയേറെ മനോവ്യഥ അനുഭവിച്ച ഒരു സാഹചര്യം ഉണ്ടായി കാണില്ല. എന്തായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം? ഒരു പച്ചയായ മനുഷ്യൻ വലിയ മാലിന്യ മലയ്ക്കിടയിലേക്ക് ഊർന്നിറങ്ങുന്നു. ഒരു പച്ചയായ മനുഷ്യൻ. അങ്ങനെയുള്ള മനുഷ്യരെ ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടുത്താൻ പാടില്ല എന്ന് 2003 തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളതാണ്. അതെല്ലാം നഗ്നമായി ലംഘിച്ചുകൊണ്ട് ഒരു മനുഷ്യനെ മാലിന്യ മലയിലേക്ക് 2-3 മീറ്റർ പൊക്കത്തിൽ കിടക്കുന്ന മാലിന്യ മലയിൽ കിടക്കുന്നിടത്തേക്ക് ഭരണകൂടം ഇറക്കി വിടുന്നു. ഒരു സാധാരണ നിസ്വൻ ദരിദ്രൻ അയാളെ കാണാതാവുന്നു. 13-ാം തീയതിയാണെന്ന് എൻ്റെ ഓർമ്മ. കാണാതാവുന്നു. അവസാനം വലിയ തോതിലുള്ള അന്വേഷണങ്ങളുടെ ഒടുവിൽ ഏതാണ്ട് 250-300 മീറ്റർ അപ്പുറത്ത് അയാളുടെ ചീഞ്ഞളിഞ്ഞ മൃതദേഹം, ഈ സമയത്തൊക്കെ തന്നെ കേരളത്തിലെ മനുഷ്യർ, ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യരും വിങ്ങുന്ന ഹൃദയവുമായിട്ടാണ് ഇരുന്നത് എന്ന് നമുക്കറിയാം. കാരണം ആ മനുഷ്യന് ആ മാലിന്യ കൂമ്പാരത്തിലേക്ക് ഇറങ്ങിപ്പോകാനിടയായ സാഹചര്യം ആലോചിച്ച് നോക്കണം. ഒരുവിധ സുരക്ഷാ സംവിധാനങ്ങളുമില്ലാതെ അതിനകത്തേക്ക് പോയ മനുഷ്യൻ, ആ മാലിന്യ കൂമ്പാരത്തിനിടയിൽ പെട്ട് ആ മനുഷ്യനുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട് നമുക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. അയാളുടെ ചീഞ്ഞളിഞ്ഞ മൃതദേഹമാണ് 2-3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് കിട്ടിയത്. സുഹൃത്തുക്കളെ, ഞാനത് പറയാൻ കാര്യം എന്താണെന്നറിയാമോ? ഇത് പറയാൻ കാര്യം തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിലെ MP ആയിട്ടുള്ള ശ്രീമാൻ ശശി തരൂരിനോട്, അദ്ദേഹം 4ാമത്തെ തവണയാണ് ഇത്തവണ ജയിക്കുന്നത്, അദ്ദേഹത്തിനോട് മാധ്യമപ്രവർത്തകർ ഈ സംഭവം ഇവിടെ നടക്കുമ്പോൾ, ഈ അതിദാരുണമായിട്ടുള്ള സംഭവം ഇവിടെ നടക്കുമ്പോൾ താങ്കൾ തിരുവനന്തപുരത്തിൻ്റെ MP ആയിട്ട് എന്തുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള വളരെ കോമൺ സെൻസിക്കലായിട്ടുള്ളൊരു ചോദ്യം അയാളോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ആ ലോക പൗരൻ, ചെറിയ ആളല്ല, ലോക പൗരൻ, ഒട്ടേറെ ഗ്രന്ഥങ്ങളുടെ ഗ്രന്ഥകർത്താവ്, വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി പണ്ഡിതോചിതമായിട്ടുള്ള പ്രഭാഷണങ്ങൾ നടത്തുന്ന മനുഷ്യൻ, യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്രട്ടറി ജനറലായി പോലും മത്സരിച്ച ഒരു മനുഷ്യൻ, നമുക്കൊക്കെ അഭിമാനം എന്ന് പറയുന്ന മനുഷ്യൻ, 4ാമത്തെ തവണയും തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങൾ ചെറിയ ഭൂരിപക്ഷത്തിലാണെങ്കിലും വിജയിപ്പിച്ച ആ ലോക പൗരൻ ശശി തരൂർ, അദ്ദേഹം ഏതാനും വാക്കുകളിൽ അതിന് മറുപടി നൽകി. ആ മറുപടി നിങ്ങളൊന്ന് കേൾക്കണം. അതാണ് ഇനി നിങ്ങളെ ഞാനൊന്ന് കേൾപ്പിക്കുന്നത്. എൻ്റെ ഉത്തരവാദിത്തം എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു തരും. MP-ക്ക് വല്ല എക്സിക്യൂട്ടീവ് അതോറിറ്റി ഉണ്ടോ? ഞാൻ വയനാട്ടിലായിരുന്നു, ഇവിടെ ആയിരുന്നില്ല, അത് സത്യം തന്നെയാണ്. എനിക്ക് തിരിച്ചെഴുതി ഇങ്ങനൊരു ട്രാജഡി സംഭവിക്കുന്ന ആരും വിചാരിച്ചില്ല. സംഭവിച്ചപ്പോൾ വരാനുള്ള സമയമുണ്ട്. അതിൻ്റെ അടുത്ത ദിവസം KPCC മീറ്റിംഗുമായിരുന്നു. ഞാൻ വന്നില്ല. ഞാൻ ഉടനെ ഇടപെട്ടു, ആൾക്കാരെ വിളിച്ചു, ഞാൻ പോസ്റ്റ് ഇട്ടു 2 തവണ. ഒന്ന് ആദ്യ ദിവസം, ഒന്ന് 2ാം ദിവസം അതിന്റെ ബോഡി കിട്ടിയ ശേഷം. അതിനും കാട്ടി ചെയ്യാൻ ഒരു MP-ക്ക് ഒരു അവകാശവും ഇല്ല ഇതിന്. സുഹൃത്തുക്കളെ, എന്താണ് അദ്ദേഹം പറഞ്ഞത്? അത് നമുക്കൊന്നുകൂടി ആവർത്തിക്കാതെ വയ്യ. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഉത്തരവാദിത്വം എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു തരൂ. അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറയുകയാണ്, MP-ക്ക് വല്ല എക്സിക്യൂട്ടീവ് അധികാരവുമുണ്ടോ? ഞാൻ വയനാട്ടിലായിരുന്നു, ഇവിടെ ആയിരുന്നില്ല. സത്യം. ഇങ്ങനെ ഒരു ട്രാജഡി ഉണ്ടാകുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? ഉണ്ടായപ്പോൾ വരാനുള്ള സാഹചര്യം ഉണ്ടായില്ല. വന്ന ഉടൻ തന്നെ ഞാൻ ഇടപെട്ടു. അദ്ദേഹം പറയുകയാണ്, വന്ന ഉടൻ തന്നെ ഞാൻ ഇടപെട്ടു. എന്തായിരുന്നു ഇടപെടൽ? 2 തവണ ഞാൻ പോസ്റ്റ് ഇട്ടു. 2 തവണ. ഒന്ന് ആദ്യത്തെ ദിവസം, മറ്റൊന്ന് 2ാമത്തെ ദിവസം. അതിനേക്കാൾ ഒരു MP-ക്ക് ചെയ്യാൻ ഒരവകാശവുമില്ല. ഇതാണ് ഈ ലോക പൗരൻ, ഈ 4 ടൈം MP എന്ന് പറയുന്ന ഈ ശശി തരൂർ എന്ന് പറഞ്ഞ മഹാൻ മാധ്യമ പ്രവർത്തകർക്ക് മറുപടിയായി നൽകിയത്. സുഹൃത്തുക്കളെ, ഈ പരാമർശം കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയ ഒരു അഭിപ്രായം, ഒരു നിരീക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ, ഇയാൾ ലോക പൗരനും ഇയാൾ ലോകത്തിലെ ഏറ്റവും വലിയ നയതന്ത്രജ്ഞനും ഇതൊന്നുമല്ല. ഇയാൾ ഈ 1-ാം ക്ലാസ്സിലെ പിള്ളേരുടെ മനസ്സ് മാത്രമുള്ള ഒരു മരപ്പൊട്ടനാണ് ഇയാൾ. ലോക പൗരനല്ല, ഇയാൾ മരപ്പൊട്ടനാണ് എന്നാണ് എനിക്ക് ഈ അഭിപ്രായം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. സുഹൃത്തുക്കളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സാധാരണ മനുഷ്യൻ, ഒരു നിസ്വൻ, ഒരു ദരിദ്രൻ,
അയാൾ മാലിന്യത്തിനകത്ത് പെട്ട് ആ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു, നമ്മളൊക്കെ അനുഭവിച്ച ബുദ്ധിമുട്ട്, വിഷമം ഞാൻ പറഞ്ഞു. ഉത്തരവാദിത്തമുള്ള ഒരു ജനപ്രതിനിധി ഇതുപോലൊരു അതിദാരുണമായ സംഭവം ഉണ്ടാകുമ്പോൾ എല്ലാ പരിപാടികളും മാറ്റിവെച്ച് അവിടെ വരേണ്ടതല്ലേ സുഹൃത്തുക്കളെ? അതല്ലേ അയാളുടെ ഉത്തരവാദിത്വം? അയാൾ എന്ത് ഉത്തരവാദിത്വം നിർവഹിക്കാനാണ് അയാൾ വയനാട്ടിൽ പോയത്? അയാളുടെ മണ്ഡലത്തിൽ ഇത്ര ദാരുണമായൊരു സംഭവം നടക്കുമ്പോൾ, അതും ഭരണകൂടത്തിൻ്റെ കെടുകാര്യസ്ഥത കൊണ്ട് നടക്കുമ്പോൾ, അവിടെ ഭൗതികമായി സാന്നിധ്യം ഉറപ്പാക്കുകയും ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ഭരണകൂടങ്ങളെ, കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങളെ അതിനിശ്ചിതമായി വിമർശിക്കുകയും ചെയ്യേണ്ട ഇയാൾ എവിടെയായിരുന്നു? വയനാട്ടിൽ. വയനാട്ടിൽ അയാളില്ലെങ്കിൽ എന്താ ലോകം ഇടിഞ്ഞു വീഴുമായിരുന്നോ? ഒന്നുമില്ല. അയാൾ അവിടെ പോയിരിക്കായിരുന്നു. അയാൾ അവിടെ കൂടുതൽ കാര്യങ്ങൾ ചെയ്തതിനെ സംബന്ധിച്ച് ഫേസ്ബുക്കിൽ വേറെ പോസ്റ്റുകളുണ്ട്, ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. ആദ്യമായി ഇയാൾ പറഞ്ഞ 2 കാര്യങ്ങൾ നമ്മളൊന്ന് വിശകലനം ചെയ്യണ്ടേ. അയാൾ എന്താ പറയുന്നത്? എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്തു, ഞാൻ 2 പോസ്റ്റ് ഇട്ടു പോലും. ഏത്? ഞാൻ 2 ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ആര്? ഈ ലോക പൗരൻ, 4 തവണ MP ആയ ലോക പൗരൻ ശശി തരൂർ പറയാണ്, 2 പോസ്റ്റ് ഇട്ടു ഞാൻ. ഒന്നല്ല, ആദ്യത്തെ ദിവസം ഇട്ടു, രണ്ടാമത്തെ ദിവസം ഇട്ടു. എന്നിട്ട് അയാൾ പറയുകയാണ്, MP-ക്ക് വല്ല എക്സിക്യൂട്ടീവ് അധികാരമുണ്ടോ? ഇതിൽ കൂടുതൽ എന്താണ് MP-ക്ക് ചെയ്യാൻ കഴിയുക എന്ന് പറയുമ്പോൾ ഇയാളെ നമ്മൾ എന്ത് വാക്ക് ഉപയോഗിച്ചാണ് നമ്മൾ അഭിസംബോധന ചെയ്യുക? ആ വാക്ക് അൺപാർലമെൻ്ററി ആണ് എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല. ഇത്രയും ദാരുണമായൊരു സംഭവം ഉണ്ടായപ്പോൾ ഇവിടുത്തെ MP പറയുകയാണ് അയാളുടെ ഉത്തരവാദിത്വം 2 ഫേസ്ബുക്ക് പോസ്റ്റിൽ തീരുമെന്ന്. എന്തൊരു അസംബന്ധമാണ്! 2 പോസ്റ്റ് ഇട്ടെന്ന് അയാൾ പറയുകയാണ്. ഏത് നഴ്സറി പിള്ളേർക്കും പോസ്റ്റ് ഇട്ടുകൂടെ? ഏത് തലയ്ക്ക് ഭ്രാന്തുള്ളവനും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുകൂടെ? അതിടാൻ അയാൾ MP ആകണോ? എന്നിട്ട് അയാൾ ചോദിക്കുകയാണ്, MP-ക്ക് എന്താണ് അവകാശം? MP-ക്ക് എന്താണ് എക്സിക്യൂട്ടീവ് അവകാശം? MP-ക്ക് MP ആയ നിങ്ങൾക്ക് എക്സിക്യൂട്ടീവ് അധികാരം ഇല്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ മത്സരിക്കാൻ ഇറങ്ങിയത് ഇവിടെ? നിങ്ങൾ ഇത്തവണ മത്സരിച്ചത് ജയിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ? നിങ്ങൾ കഴിഞ്ഞ തവണ മത്സരിച്ചത് ജയിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ? അല്ലല്ലോ. MP-ക്ക് എക്സിക്യൂട്ടീവ് അധികാരമില്ല എന്നുള്ളത് ഏത് നഴ്സറി പിള്ളേർക്കും അറിയാവുന്നതല്ലേ. പക്ഷേ ജനകീയ പ്രശ്നങ്ങളിൽ, ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഒരു MP-ക്ക് ഇടപെടാൻ എക്സിക്യൂട്ടീവ് അധികാരം വേണമോ? മിസ്റ്റർ ശശി തരൂർ, പറയൂ. നിങ്ങൾ എക്സിക്യൂട്ടീവ് അധികാരം ഉണ്ടായിട്ടാണോ പ്രതിപക്ഷത്തെ MP-മാരെല്ലാം ജനങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ടിരിക്കുന്നത്? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇയാൾ ലോക പൗരനല്ല, വെറും മരപ്പൊട്ടനാണ് എന്ന് ഞാൻ പറഞ്ഞത്. ഇയാളെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മലയാള മനോരമ പോലുള്ള പത്രങ്ങളൊക്കെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ഇയാളെയാണ്. ഇയാൾ മുഖ്യമന്ത്രിയായുള്ള അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഇയാൾക്ക് എന്ത് രാഷ്ട്രീയം? ഇയാൾക്ക് രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠം അറിയോ? ഇയാൾ വെറും അരാഷ്ട്രീയവാദിയല്ലേ? പിണറായി വിജയനെ മുതൽ അദാനിയെ മുതൽ അംബാനിയെ വരെ ഉള്ളവരുടെ മൂട് താങ്ങുന്നവനല്ലേ ഈ ശശി തരൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഇയാൾ? എന്ത് മാത്രമല്ല, ഇയാൾ AICC പ്രസിഡന്റാകാൻ മത്സരിച്ച ആളാണ്. AICCയുടെ പ്രസിഡന്റ് മറ്റോ ഇയാൾ ആയിരുന്നുവെങ്കിൽ ആ പാർട്ടിയുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അയാൾ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഇത്തവണ ഇന്ത്യ മുന്നണി പ്രൗഢോജ്വലമായിട്ടുള്ള വിജയമാണ് നരേന്ദ്രമോദിക്കെതിരെ നേടിയത്. 303 സീറ്റുണ്ടായിരുന്ന നരേന്ദ്രമോദി ഇവിടെ പാർട്ടി 240 സീറ്റിലേക്ക് കൂപ്പുകുത്തി. അത്ര പ്രൗഢോജ്വലമായിട്ടുള്ള, ത്യാഗോജ്വലമായിട്ടുള്ള വിജയം ഇന്ത്യ മുന്നണി നേടിയിട്ട് ആ നേടിയതിനെ തുടർന്ന് സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ ഇയാൾ ലോക്സഭയിൽ ഉണ്ടായിരുന്നില്ല സുഹൃത്തുക്കളെ. ഇയാൾ എവിടാ പോയെന്നറിയാവോ? ഇയാളുടെ കൊച്ചുമകൻ്റെ ജന്മദിനാഘോഷങ്ങൾക്ക് അമേരിക്കയിൽ പോയി കിടക്കുകയായിരുന്നു ഇയാൾ. ആലോചിച്ച് നോക്ക്. ജയിച്ചിരുന്നെങ്കിൽ അയാൾ പോകുമായിരുന്നോ? അപ്പോൾ ഇത്രയ്ക്ക് നിരുത്തരവാദപരമായി കാര്യങ്ങൾ ചെയ്യുന്ന, ഒരു രാഷ്ട്രീയവുമില്ലാത്ത, ഏറ്റവും നഴ്സറി പിള്ളേരുടെ മാത്രം മനസ്സുള്ളൊരു മരപ്പൊട്ടൻ അയാളെ സത്യം പറഞ്ഞാൽ തിരുവനന്തപുരത്തെ ജനങ്ങൾ അയാളെ വിജയിപ്പിച്ചതിൽ തല കൈ കൊടുത്തിങ്ങനെ ഇരിക്കേണ്ടതാണ്. അയാളെ വീണ്ടും വിജയിപ്പിച്ചല്ലോ എന്നുള്ളത് വോട്ടർമാർ, അയാൾക്ക് വോട്ട് ചെയ്തവരൊക്കെ ഇങ്ങനെ തലേ കൈയും കൊടുത്തിരിക്കണം. അത്രയ്ക്ക് വിവരം കെട്ടവനാണ് ഇയാൾ. ഇയാൾ യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്തെ കോൺഗ്രസ് പാർട്ടിയെയും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയൻ്റെ മൂട് താങ്ങിയാണ് ഇയാൾ. പണക്കാരുടെ കയ്യാളാണ് ഇയാൾ. പണക്കാർ കോശാന പാടുന്ന ആളാണ് ഇയാൾ. ഇയാൾ എന്താണെന്ന് ഇപ്പോൾ തെളിയിച്ചു. ഇനി ഇയാൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞല്ലോ. ഇയാൾ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്നറിയാമോ? അയാൾ ആദ്യം 3-4 ദിവസങ്ങൾക്ക് മുമ്പ് അയാൾ ഈ ജോയിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാളൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് എന്തായിരുന്നു എന്നറിയാമോ? ആ പോസ്റ്റിൽ അയാൾ പറഞ്ഞിരിക്കുകയാണ്,
ആമയിഴഞ്ചാൻ തൊട്ടിൽ മുങ്ങിമരിച്ച മാരായമുട്ടം സ്വദേശി ജോയിയുടെ ദാരുണാന്ത്യത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു. 2023 ഒക്ടോബറിലെ സുപ്രീം കോടതി വിധി സംസ്ഥാന ഗവൺമെന്റിനെ ഓർമ്മിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന ജോലിക്കിടയിൽ സംഭവിക്കുന്ന മരണങ്ങൾക്കുള്ള നഷ്ടപരിഹാരം 30 ലക്ഷമായി ഉയർത്തിയിട്ടുണ്ട്. ഈ തുക താമസിയാതെ ജോയിയുടെ വൃദ്ധയായ അമ്മയ്ക്കും കുടുംബത്തിനും നൽകണമെന്ന് സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു. ഇതാണ് 4 തവണ ജയിച്ച ഒരു എംപിയുടെ ഉത്തരവാദിത്തം. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയാണ്. അയാൾ പറയുകയാണ്, ഞാൻ ഫേസ്ബുക്കിൽ 2 പോസ്റ്റ് ഇട്ടു, എനിക്ക് എന്താണ് വേറെ നാണമുണ്ടോ നിങ്ങൾക്ക്? അതിനുശേഷം അയാൾ വീണ്ടും ഒരു പോസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ ഇടയിൽ അയാൾ ഇട്ടിട്ടുള്ള പോസ്റ്റുകൾ, അതായത് ജോയി മുങ്ങി പോയി ജോയിയെ കണ്ടുപിടിക്കാനുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അയാളിട്ട അടുത്ത പോസ്റ്റ് എന്താണ്? 91ാം ജന്മദിനം ആഘോഷിക്കുന്ന MT വാസുദേവൻ നായർക്ക് ജന്മദിനാശംസകൾ. അതായത് ജോയി മരണപ്പെട്ടിട്ട് ജോയിയെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ വലിയ തോതിൽ നടക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ മനോവ്യഥ അനുഭവിക്കുമ്പോൾ അയാളിട്ട ഒരു പോസ്റ്റ് MT വാസുദേവൻ നായർ. പിന്നെ ചെങ്കൽ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റിൻ്റെ മാതാവിന് ആദരാഞ്ജലികൾ, ഓം ശാന്തി ഇട്ടിട്ടുണ്ട് അയാൾ. അതുപോലെ തന്നെ കൺഗ്രാജുലേഷൻസ് ടു ദ യങ് ഇന്ത്യൻ ടീം ഫോർ ക്ലിഞ്ചിങ് ദി T20 ക്രിക്കറ്റ് സീരീസ് വിത്ത് എ ക്ലിനിക്കൽ റൗട്ട് ഓഫ് സിംബാബ്വേ. ഞാൻ പറഞ്ഞ ഞാൻ ആൺ പാർലമെൻ്ററി ആയിട്ടുള്ള വാക്കുകളിൽ ഉപയോഗിച്ചാൽ എനിക്കൊരു കേസ് വരുമെന്നുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനത് ഉപയോഗിച്ചേനെ. ജോയിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ മുഴുവൻ വിങ്ങുന്ന ഹൃദയവുമായി നിൽക്കുമ്പോൾ സിംബാബ്വെയെ തോൽപ്പിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്റ്. അതുപോലെ തന്നെ ജെയിംസ് ആൻഡേഴ്സൺ എന്ന് പറഞ്ഞ ഇംഗ്ലണ്ടിലെ ക്രിക്കറ്റ് കളിക്കാരൻ റിട്ടയർ ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്റ്. അപ്പോൾ ഇതാണ് ഇയാൾ, ഈ ശശി തരൂർ എന്ന് പറഞ്ഞ ആൾ ഇതാണ്. നമ്മൾ മനസ്സിലാക്കുക, ഒരു ബോധവും പൊക്കണവും ഇല്ലാത്ത ഒരു മരപ്പൊട്ടനാണ് ഇയാൾ. ഇയാളോട് തിരുവനന്തപുരത്തെ ജനങ്ങൾ കണക്ക് തീർക്കണം, ഇയാളെ ബഹിഷ്കരിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരു മനുഷ്യൻ മുങ്ങി മരിച്ച വിഷയത്തിൽ താൻ 2 ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അല്ലാതെ തനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് പറയുന്ന ഇയാളെ, സത്യം പറഞ്ഞാൽ ഈ ജനങ്ങൾ ഈ MP-മാരെ തിരിച്ചു വിളിക്കാനുള്ള അവസരമുള്ള രാജ്യങ്ങളായിരുന്നെങ്കിൽ ഉടനടി തിരിച്ചു വിളിക്കണമായിരുന്നു. ഇവിടെ അതിന് കഴിയാത്തത് കൊണ്ട് ഇതുപോലുള്ള ഇയാളെ, ഈ മരപ്പൊട്ടനായിട്ടുള്ള ഇയാളെ ജനങ്ങൾ ബഹിഷ്കരിക്കുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.